വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ജീവന്റെ അപ്പം. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങെപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചിട്ടുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ ശ്രവിക്കാൻ വേണ്ടി വന്നുകൂടിയ ജനാവലി ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നു കണ്ടപ്പോൾ അത്ഭുതകരമായിട്ട് പോലും അപ്പം വർദ്ധിപ്പിച്ച് അവരെ തീറ്റിപ്പോറ്റിയ യേശുവിനെ ജനങ്ങൾ അവരുടെ രാജാവാക്കി വാഴിക്കാനുള്ള പരിശ്രമം മണത്തറിഞ്ഞ യേശു അത്ഭുതകരമായി തന്നെ അവരിൽ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. തുടർന്ന് യേശുവിന്റെ ശിഷ്യന്മാരും സ്ഥലം വിട്ടു. ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും കാണാതെ വന്നപ്പോ യേശുവിനെ അന്വേഷിച്ച് കഫർനാമിലേക്ക് ചെല്ലുന്നു. കഫർനാമിൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ വലിയ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ യേശുവിനോട് കുശലപ്രശ്നം ചെയ്യുന്ന ആ ജനങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശു ആ ജനങ്ങളോടായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ താല്പര്യവും സ്നേഹവും ആഴത്തിലുള്ള ആത്മാർത്ഥതയുടെ അടയാളമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയത് കൊണ്ടോ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടി അതിൻ്റെതായിട്ടുള്ളൊരു തൃപ്തി നിങ്ങളുടെ നാവിൽ ഊറി നിൽക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വന്നതാണെന്ന് മുഖത്ത് നോക്കി യേശു അവരോട് പറയുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, മക്കളെ, നിങ്ങൾ വായിൽ കൂടി കഴിക്കുന്ന ഭക്ഷണം ഉദരത്തിൽ പ്രവേശിച്ച് അത് വിസർജിക്കപ്പെടുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ ആധ്യാത്മികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഗുണനിലവാരത്തെ അത് സ്പർശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉദരത്തിൽ പ്രവേശിക്കുന്ന ഭക്ഷണത്തെക്കാൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ജീവന്റെ ഭക്ഷണമാണ്. ഇത് നിങ്ങൾ അന്വേഷിക്കുകയും ജനങ്ങൾക്ക് എന്തോ മനസ്സിലായ മട്ടിലാണ് ഇങ്ങനെ മുഖത്ത് നോക്കിയേ അവരുടെ പെരുമാറ്റത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള ചിന്താരീതിയെ ചോദ്യം ചെയ്ത യേശുവിന്റെ പ്രവർത്തനം അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ജനങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കള് ഞങ്ങളായിത്തീരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതാണ് മനസ്സിന് അന്തരം വന്നു എന്ന് ഉള്ളതിന്റെ ലക്ഷണം. യേശു അവരോടായിട്ട് പറയുന്നു, എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കും, അയക്കപ്പെട്ട എന്നിലും നിങ്ങൾ വിശ്വസിക്കും. ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ജീവന്റേതായിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്കായിട്ട് ശേഖരിക്കാൻ ഇടവരുത്തും.
ഇത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുവിൻ മക്കളെ എന്ന രീതിയിൽ അവരെ യേശു ആ സമയത്ത് ഉപദേശിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഇന്നത്തെ സുവിശേഷത്തിൽ